ഹായ്, എന്തുകൊണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. എല്ലാവർക്കും വിജീസ് കിച്ചണിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം വി ചേച്ചിയാ. നിങ്ങൾ ഓരോരുത്തർ സുഖമായിട്ടിരിക്കുന്നേ. ഇവിടെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഇന്നൊരു ദിവസം ദൈവം നമുക്ക് ദാനമായി തന്ന് അതിന് നന്ദി പറയാം. അപ്പം എന്തുകൊണ്ട് ഇപ്പം എനിക്ക് കുറേ പുതിയ കൂട്ടുകാരൊക്കെ ഉണ്ട്. എന്തോ ഒരു ക്ലാരിറ്റി ഇല്ലാത്ത എന്നോട് എൻ്റെ ഒരു സബ്സ്ക്രൈബർ ചോദിക്കുകയും ചെയ്തു, വിജി വേറെ ചാനലുകാർ വിജിയുടെ ചാനൽ കാണുന്നുണ്ടോ? ഞാൻ ഇപ്പം കാണുന്നുണ്ട്. ജയാസ് വെറൈറ്റി ഉണ്ട്, ജോമാസ് വേൾഡ് ഉണ്ട്, പിന്നെ വീട്ടമ്മ വ്ളോഗ്. അതെനിക്ക് ഗീതേച്ചി പറഞ്ഞ വിജി പോയെന്ന് നോക്ക്, വിജിയുടെ അടുത്തും കൂട്ടാവും. പിന്നെ അജിത വെറൈറ്റി, ഇവരൊക്കെ നമ്മൾ പോയി കാണുമ്പോൾ നമ്മുടെ ചാനലും വന്ന് കാണുന്നു. പിന്നെ ശ്രീദേവി കൈമ്പുളിയ ആ പുള്ളിക്കാരി, അങ്ങനെ ഞാനും പോയി കാണും. അതല്ലേ ഒരു സന്തോഷം. ഏജ് കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ എല്ലാവരും മനസ്സോടെ നിന്ന അത് സക്സസ് ആകുമെന്നുള്ള അർത്ഥം. അതേ ഞാനും ചിന്തിച്ചുള്ളൂ. അങ്ങനെയൊക്കെ അങ്ങ് പോകുന്നു. പിന്നെ ഈ മാസം 30, 31, 1 അപ്പം എന്നോട് ബെഹർലിയിൽ നിന്ന് ഒരാൾ ചോദിക്കുകയും ചെയ്തു, വിജി ന്യൂ ഇയർ പാർട്ടിയൊക്കെ എന്തോ ഉണ്ടെന്ന്. കാരണം സാധാരണ 1-ാം തീയതി ഞങ്ങൾക്കെന്ന് പറയുന്നത് 31 ഓൾ നൈറ്റ് പ്രെയർ ആയിരിക്കും. പ്രെയർ കഴിഞ്ഞ് അന്ന് എല്ലാവർക്കും 1-ാം തീയതി അവധിയായിരിക്കും. അപ്പം നമ്മൾ എന്തെങ്കിലുമൊക്കെ വീട്ടിൽ ഉണ്ടാക്കുമായിരുന്നു. ഇപ്രാവശ്യം എന്ന് പറയുന്നത് 31 നമ്മളിൽ ക്യാമ്പ് മീറ്റിംഗ് ആണ് ചർച്ചിൻ്റെ 3 ദിവസത്തെ. 1-ാം തീയതി ഒരു ഉച്ചയൊക്കെ ആകുമ്പോഴേ നമ്മൾ തിരിച്ചു വരത്തുള്ളൂ. സാധാരണ എല്ലാവരും അവിടെ സ്റ്റേ ചെയ്യുക. അപ്പം നമ്മുടെ അവിടെ നിന്ന് പോയി വരാം. അല്ലാതെ ദൂരെ നിന്നൊക്കെ ആൾക്കാർ വരുന്നുണ്ട്. പോൾമോനും ഡാഡി അവിടെ സ്റ്റേ ചെയ്യും. ഞങ്ങൾ 3 വരും. എനിക്കൊക്കത്തില്ല. കാരണം റീച്ചാനാന്നേലും ചുമയൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു ഫാമിലിക്കായിട്ടല്ല റൂം കിട്ടുന്നത്, പലരായിട്ടാകുമ്പം മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കും. എനിക്കതുപോലെ ഈ നടുവിൻ്റെ ഈ പ്രയാസം കൊണ്ടൊക്കെ എനിക്ക് ചെറിയ കട്ടിലൊക്കെ ആയിരിക്കും, നമുക്ക് ബുദ്ധിമുട്ടൊക്കെ ആയിരിക്കും. അതുകൊണ്ട് ഞങ്ങൾ രാവിലെ പോയിട്ട് രാത്രി ഇങ്ങ് വരും. അങ്ങനെ ചിന്തിച്ചിരിക്കുന്നു. ദൈവം എന്തുവാ നടത്തുന്നതെന്ന് വെച്ചാൽ അതുപോലെ നടത്തട്ടെ. ഈ കഴിഞ്ഞ ആഴ്ചയൊക്കെ ഇത്തിരി ശാരീരികമായിട്ട് ഇത്തിരി പ്രോബ്ലമൊക്കെ ഉണ്ടായിരുന്നു എനിക്ക്. അതൊക്കെ മാറ്റി തന്നു. അപ്പം പിന്നെന്തുകൊണ്ട്, പിന്നെ പ്രത്യേകിച്ചൊന്നുമില്ല. ഇങ്ങനെയൊക്കെ അങ്ങ് പോകുന്നു. പ്രൈസ് മോനാണെങ്കിൽ നാട്ടിലൊക്കെ ആണെങ്കിൽ ക്രിസ്മസ് കഴിഞ്ഞ് 10 ദിവസമെങ്കിലും പിള്ളേർക്ക് അവധി കാണും. അവനെന്ന് പറയുന്നത് ഇല്ല. അവന് ഇന്ന് തന്നെ ക്ലാസ് ഉണ്ടായിരുന്നു. പക്ഷെ അവന് ചുമയൊക്കെ ആയതുകൊണ്ട് ഞാൻ വിട്ടില്ല. നാളെ തൊട്ട് അവനും പോകണം. പക്ഷെ പോൾമോന് 2-ാം തീയതി കോളേജ് തുറക്കത്തേ ഉള്ളൂ. പിന്നെ ഓക്കെ. അതുപോലെ ഇന്നത്തെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ ഇതെന്തുവാ ഈ വിജീസ് കിച്ചൺ പറയുന്നത്, തലയും വാലും ഒന്നും ഇല്ലാതെ? ഇത് ഞാൻ നേരത്തെ ക്രിസ്മസിന് മുമ്പിട്ട് എടുത്ത് വെച്ച വീഡിയോയാണ്. നിങ്ങൾക്ക് ക്രിസ്മസ് ആശംസകളൊക്കെ ഞാൻ അതിൽ തരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടാ എപ്പോഴാണെങ്കിലും ഞാൻ നേരത്തെ എനിക്ക് ഒരു വീഡിയോ 1-2 വീഡിയോ ഒക്കെ ഇത്തിരി പെൻഡിങ് കാണും. അപ്പോൾ അത് പെൻഡിങ് ഉള്ളത് ഇരുന്നിട്ടാണ് ഞാൻ പെട്ടെന്ന് ഇന്നലെ അത് പുതിയ വീഡിയോ എടുത്തിട്ടത്. അതുകൊണ്ട് ഇത് പെൻഡിങ് ആയിപ്പോയി. അപ്പോൾ അതുകൊണ്ട് നിങ്ങളൊന്നും ചിന്തിക്കരുത് കേട്ടോ. ക്രിസ്മസ് കഴിഞ്ഞിട്ടാണോ, ക്രിസ്മസ് എവിടെയൊക്കെ ആയിരുന്നു എന്നൊക്കെ ചോദിക്കുക. ആ വീഡിയോ ഇതാ, പിള്ളേരുടെ അവധിയൊക്കെയാണെന്നൊക്കെ പറയുന്നത്. അതുകൊണ്ട് നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കേൾക്കേ. എനിക്ക് വിജീസ് കിച്ചൺ എന്തോ ഒരു ലെവലില്ലാതെ പറയുന്നതെന്ന് നിങ്ങൾ ചിന്തിക്കേണ്ട കേട്ടോ. നേരത്തെ എടുത്തു വെച്ച വീഡിയോ ആയിപ്പോയി, അത് അപ്ലോഡ് ചെയ്യാനും പറ്റാതായിപ്പോയി. എന്തോ ചെയ്യാനോ. ഇനി എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ അഡ്വാൻസ് എന്ന് പറയണം കേട്ടോ. ഞാൻ വിഷ് ചെയ്തത് ഇട്ടില്ല. എല്ലാവർക്കും ക്രിസ്മസ് ആശംസകൾ തന്നത്. ഓക്കെ. തുണിയൊക്കെ കഴുകാനിട്ട് രാവിലത്തെയൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ ഈ ഇന്നലെ കഴുകി വെച്ച പാത്രങ്ങളെല്ലാം എടുത്തത് അത് സ്ഥാനത്ത് വെക്കണം. ഇന്നിനി കഴുകി എടുത്ത് വെക്കണം. തൊണ്ടയ്ക്കിപ്പോഴും ചുമച്ചേൻ്റെ ഇത്, അവർക്ക് ചപ്പാത്തിക്ക് എന്തെങ്കിലും ഇച്ചിരി നേരത്തെ ഇത്തിരി ചെറുപയർ തോര ഇരിപ്പുണ്ട്. പിന്നെ ഒരു ഉരുളൻകിഴങ്ങ് കാണാൻ, അത് പിന്നെ എല്ലാവർക്കും ഇഷ്ടമാണ്.
ഞാനതൊന്നും കഴിക്കത്തില്ല കേട്ടോ. ഇഷ്ടമാണ്, പക്ഷേ അതൊന്നും ഇപ്പം അവോയ്ഡ് ചെയ്യുക. ഓക്കെ. പിന്നെ ജയേച്ചിയെ എന്തോ എടുക്കുവാ? ജോമാസേ എന്തോ എടുക്കുവാ? പിന്നെ നമ്മുടെ അനിതാ നായർ ഇന്നലെ ഇലയടയൊക്കെ കാണിച്ചു കൊതിപ്പിച്ചു. പിന്നെ നമ്മുടെ ശ്രീദേവി ബിസിയായി ഇപ്പോൾ ആള്. എല്ലാവരുടെയും വീഡിയോ ഒക്കെ കാണുന്നുണ്ട് കേട്ടോ. വാഷിങ്ങ കൂ 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 കേൾക്കുന്നത്. പിള്ളേർ രണ്ടും ഇന്ന് ഇവിടെ ഉണ്ട്. പ്രീസമോൻ്റെയും സ്കൂളിൽ പ്രോഗ്രാം നടക്കുന്നു, മറ്റുള്ള പിള്ളേരുടെ. മോനും അതുപോലെ. ഇനിയിപ്പോൾ അവധിയായി 2 ദിവസം കഴിഞ്ഞിട്ട്. ഓക്കെ. പിന്നെ എല്ലാവരുടെയും ക്രിസ്മസ് എവിടെ വരെയൊക്കെയായി? എല്ലാവരും ഞാൻ പറഞ്ഞ റെസിപ്പികളൊക്കെ ട്രൈ ചെയ്ത് നോക്ക്, താല്പര്യമുള്ളവരൊക്കെ കേട്ടോ. ഓക്കെ. ഇത് എത്ര രൂപ അറിയിച്ചാ പപ്പായ? അപ്പം രാവിലെ റീച്ചാൻ വെളിയിൽ പോയിട്ട് വന്നപ്പോൾ കൊണ്ടുവന്ന ഓമയ്ക്ക അത്. അപ്പോൾ അത് കുഴപ്പമില്ലായിരുന്നു, നല്ല വെയിറ്റൊക്കെ ഉണ്ട്. അപ്പോൾ എന്നോട് ചോദിച്ചാൽ അതൊന്ന് വെയിറ്റ് നോക്ക്. അത് മൊത്തം 50 രൂപയ്ക്ക് കിട്ടി. കാരണം ഒരു ഇച്ചിരി പഴുത്തതായിരുന്നു. അപ്പം ഞാൻ തുണിയൊക്കെ ആയി. അപ്പം ഞാൻ ഫ്രണ്ട് റൂമിലുള്ള തുണി അങ്ങ് ഇപ്പോൾ പോൾമോനും റീച്ചാനും ഇവിടെ ഉണ്ടല്ലേ, അവരുടെ അങ്ങ് കൊടുത്തു. ബാക്കി ഞാൻ ഇടനാഴിയിലുള്ളതും വെളിയിലുള്ളതൊക്കെ ഞാൻ ഇടാമെന്ന് വെച്ച്. പോൾമോൻ അവർക്ക് അവന് ട്യൂഷനുണ്ട്, പിന്നെ കുറച്ചുകൂടെ കഴിഞ്ഞിട്ടൊക്കെ പോയാൽ മതി. അപ്പം ഞാൻ തുണികളെല്ലാം പാർട്ടാക്കി അങ്ങോട്ടൊന്ന് കൊടുത്തത്. അപ്പോൾ റീച്ചാൻ അറിയുന്നില്ല ഞാനിവിടെ ഫ്രണ്ട് ക്യാമറ ഓൺ ആക്കിയത്. ആളവിടെ നിന്ന് എൻ്റെ അടുത്ത് കാര്യം പറഞ്ഞു. ചായ കുടിച്ചുകൊണ്ടിരിക്കുമോ, ചായ ഇടയ്ക്കിടയ്ക്ക് വേണമല്ലേ. അപ്പം കപ്പ് ഇങ്ങോട്ട് കൊണ്ട് വെക്കാൻ നേരം ആൾ ഷോക്കടിച്ച് പോയത്, ഇത് ഓണാന്ന്. ഞാൻ പറഞ്ഞു ആന്ന് എനിക്കറിയാം ഓണാന്ന്. ഇപ്പം വെളിയിൽ പോയിട്ട് വന്നിട്ട് നിൽക്കുക. ഞാനിപ്പോൾ ഒരു ഗ്ലാസ് ഫുള്ള് ചായ കുടിക്കുകയാണെങ്കിൽ റീച്ചാൻ അത് 3 പ്രാവശ്യമായിട്ട് കുടിക്കും. ഇവിടെയൊക്കെ കട്ടിങ് എന്ന് പറയും. പക്ഷേ ആൾക്ക് ഇടയ്ക്കിടയ്ക്കത് വേണം. റീച്ചാൻ ഷോക്കായിപ്പോയി ക്യാമറ കണ്ട്. ഞാൻ പറഞ്ഞാൽ എനിക്കറിയാമെന്ന്. ഞങ്ങളുടെ ടൈല് 1-2 ചിലയിടത്ത് ഇങ്ങനെ സൗണ്ട് കേൾക്കുന്നുണ്ട്. ഒരെണ്ണം നന്നായിട്ട് ഇച്ചിരി ഒന്ന് അനങ്ങുന്നു. അപ്പോൾ അയാളെ തന്നെ വിളിച്ച് കാണിച്ചുകൊണ്ടേ അതൊന്ന് മാറ്റി ഇടിയിപ്പിക്കണം. അതിന് സമയമില്ല, അങ്ങനെ നോക്കിയിരിക്കുക. സമയമെന്ന് വെച്ചാൽ അത് ടൈലൊക്കെ ആകുമ്പോൾ അവിടെയൊക്കെ പൊടിയൊക്കെ ആവുമല്ലേ. അപ്പോൾ അതനുസരിച്ച് ഇപ്പോൾ എല്ലാവർക്കും ചുമയും അതും ഇതൊക്കെ ആയിട്ടിരിക്കില്ല. എല്ലാവരുടെ അസുഖമൊക്കെ ഒന്ന് മാറിയിട്ട് ഒന്ന് കഴിച്ചാനും അവധിയെടുത്ത് എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒന്ന് നോക്കിയിരിക്കുക. അതിനിയും അയാളെ കൊണ്ട് വിളിച്ച് കാണിക്കുകയൊക്കെ ചെയ്തതാ. ഇനി അതുകൂടെ ഒന്ന് ശരിയാക്കണം. പാല് 1 ലിറ്റർ പാല് കാച്ചി ഫ്രിഡ്ജിലോട്ട് വെക്കട്ടെ. ആ പാട എടുക്കാം. ഞാൻ പറഞ്ഞില്ലേ, ചില സമയങ്ങളിൽ ഞാൻ ഇങ്ങനെ കാച്ചി ഫ്രിഡ്ജിൽ വെക്കും. അന്നേരം പാട നന്നായിട്ട് കിട്ടും നമുക്ക് നെയ്യ് വേണമെങ്കിലേ. അപ്പോൾ അല്ലാത്തപ്പോൾ അങ്ങ് നമ്മൾ എടുക്കാറില്ല. അങ്ങ് ചായക്കും പാല് രാത്രി കുടിക്കാനൊക്കെ എടുക്കത്തേ ഉള്ളൂ. അപ്പോൾ അത് ഫ്രിഡ്ജിലിരുന്ന പാലായതുകൊണ്ട് ആ കവറിലെല്ലാം അങ്ങ് നെയ്യ് ഒട്ടിപ്പിടിച്ചിരിക്കും. അത് ഞാനൊരു ഇച്ചിരി വെള്ളം ഒഴിച്ചൊന്ന് കലക്കി അതിൻ്റെ അകത്തൊന്ന് ഒഴിക്കാമെന്ന് വെച്ച്. കുറേ ഒഴിക്കുകയാണെങ്കിൽ കുക്കറിൽ കാച്ചിയിട്ട് വീണ്ടും ഞാനൊരു പാത്രത്തിൽ അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ച് കുറച്ചൊന്ന് എടുക്കും. അപ്പോൾ ആദ്യം ഇച്ചിരി ഒന്ന് ഇട്ട് ഒരു സ്വല്പം വെള്ളം ഒഴിച്ച് കുലുക്കിയിട്ടൊന്നും അത് അങ്ങോട്ട് മൊത്തത്തിൽ വന്നില്ല. പിന്നെ ഒരു ഇച്ചിരിയും കൂടെ ഇട്ട് കുലുക്കി അതിൻ്റെ അകത്ത് ഷേക്ക് ചെയ്തിട്ട് അതിൻ്റെ അകത്ത് ഒഴിച്ചൊന്ന് തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അന്നേരം ഇതൊന്നും അല്ലായിരുന്നു ഇന്ന് പ്രതീക്ഷിച്ചത്. ഇന്ന് വേറെ കാര്യങ്ങളായിരുന്നു കുക്കിംഗ് ചെയ്യാനായിട്ടൊക്കെ പ്രതീക്ഷിച്ചത്. അപ്പം പെട്ടെന്ന് ഒരു പ്രോബ്ലമൊക്കെ വന്ന് എനിക്ക് ഇച്ചിരി അസ്വസ്ഥതയൊക്കെ ആയി. അങ്ങ് പെട്ടെന്ന് ഉരുളൻകിഴങ്ങിൽ അങ്ങ് നിർത്തി. വേറെ ഇവർക്ക് ചപ്പാത്തിയൊക്കെ ആകുമ്പോൾ ഞാൻ പറഞ്ഞില്ല, ഇവിടെ എല്ലാവർക്കും പണ്ട് സ്ഥിരം ഇതായിരുന്നെന്ന് ഉരുളൻകിഴങ്ങ് മെഴുക്കുവരട്ടി. അതുകൊണ്ട് അവർക്കെല്ലാം ഇഷ്ടമാണ്. ഞാൻ പറഞ്ഞില്ല ഞാനങ്ങനെ കഴിക്കാറില്ലെന്ന്. ഞാനിപ്പം ചപ്പാത്തി ആണെങ്കിലും ആ ഓമയ്ക്ക കൂട്ടിയാണേലും കഴിക്കും, എനിക്കിഷ്ടമാണ് അങ്ങനെ. അപ്പോൾ ഉരുളൻകിഴങ്ങ് ഞാനിങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞ് ഇച്ചിരി മഞ്ഞപ്പൊടിയും സ്വല്പം വെള്ളം ഒഴിച്ച് ഉപ്പൊക്കെ ഇട്ടിട്ടൊന്ന് ഉപ്പിപ്പറ്റിക്കാൻ വെച്ചിട്ടുണ്ടേ. പ്രൈസമ്മോൻ ഒരു പ്രായം വരെ ഇപ്പം
ഒരു കുറച്ച് നാളായതേ ഉള്ളൂ അവൻ ഉരുളൻകിഴങ്ങ് കഴിക്കാൻ തുടങ്ങിയിട്ട്. ഇങ്ങനെ ഉരുളൻകിഴങ്ങ് മെഴുക്കുവരട്ടിയൊക്കെ വെക്കുവാണെങ്കിൽ അവൻ ഇഷ്ടേ അല്ലായിരുന്നു. ഞാൻ പറയുകയും ചെയ്തു, ഏത് പിള്ളേർക്കും ഇഷ്ടപ്പെട്ട ഒരു ആഹാരം ഉരുളൻകിഴങ്ങ് മെഴുക്കുവരട്ടി. പോൾമോനാണെങ്കിൽ ഉരുളൻകിഴങ്ങ് അവന് ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷേ ഇവൻ ഇപ്പം ഇങ്ങനെ മെഴുക്കുവരട്ടിയൊക്കെ വെച്ചാൽ ചപ്പാത്തിയോടുകൂടി ഇഷ്ടമാണ്. സ്റ്റാർട്ടിങ്ങിലൊന്നും അവനൊരു ഇപ്പോൾ ഒരു 5-6 മാസം ആയതേ ഉള്ളെന്ന് തോന്നുന്നു അവൻ കഴിക്കാൻ തുടങ്ങിയിട്ട്. അല്ലാതെ അവന് ഇഷ്ടമല്ലായിരുന്നു. ഉരുളൻകിഴങ്ങ് നമ്മുടെ സാമ്പാറിൻ്റെ അകത്ത് കിടക്കുന്നതാണേ പോലും അവൻ അതെടുത്ത് മാറ്റുമായിരുന്നു. ഞാനിപ്പോൾ ഇതിൻ്റെ അകത്ത് ചീനച്ചട്ടിക്കകത്ത് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ച് ഒരു ഇച്ചിരി കടുകും ഇട്ട്, ഉള്ളിയൊന്നും ചേർത്തില്ല കേട്ടോ. ഇതിൻ്റെ അകത്ത് ഇച്ചിരി മുളക് പൊടി ചേർത്തിട്ട് ഉരുളൻകിഴങ്ങ് വെന്ത ഉരുളൻകിഴങ്ങ് ഇനി ഇതിൻ്റെ അകത്ത് ഒരു ഇച്ചിരി ഒന്ന് കിടന്നാൽ മതി. അപ്പം നമ്മുടെ ഉരുളൻകിഴങ്ങ് മെഴുക്കുവരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. നിങ്ങൾക്ക് വീഡിയോ അല്പമെങ്കിലും ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻ്റ് ഇടാനും മറക്കരുതേ. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ ബട്ടൺ കൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഓൾ എന്നൊരു ഓപ്ഷൻ വരും. അതോടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എന്നും വരുന്നതായിരിക്കും. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ, ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു, ടേക്ക് കെയർ, ബൈ, സീ യു, ഗുഡ് ബൈ.